അധ്യാപക മേഖലയെ പോലും ദിവസവേതനക്കാരാക്കുന്ന തൊഴിൽ സംസ്കാരമാണ് സർക്കാർ പുലർത്തുന്നതെന്ന് കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു. തൊഴിൽപരമായും സാമ്പത്തികപരമായും മുൻപെങ്ങുമില്ലാത്ത വിധം ഗുരുതരമായ പരിതസ്ഥിതിയിലാണ് അധ്യാപകർ കടന്നുപോകുന്നതെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിലവിലെ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിരുദ്ധമായ സർക്കാർ നടപടിയിലൂടെ കൂടുതൽ ബാധിക്കുന്നത് എയ്ഡഡ് മേഖലയാണെന്നും അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി കൃഷ്ണപ്രസാദ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാനാധ്യാപകരുടെ പ്രശ്നങ്ങൾ മാത്രമല്ല, സഹാധ്യാപകരുടെ പ്രശ്നങ്ങൾ, പാർട്ട് ടൈം ടീച്ചേഴ്സിൻ്റെ പ്രശ്നങ്ങൾ, ഡെയിലി വേജ് അധ്യാപകരുടെ പ്രശ്നങ്ങൾ എല്ലാം തന്നെ സർക്കാരിൻ്റെ ശ്രദ്ധയെ കൊണ്ടുവരുന്ന ഒരു പ്രവർത്തന രീതിയാണ് KPPH അനുവർത്തിച്ചു വരുന്നത്. നമ്മുടെ പഠന കേന്ദ്രത്തെക്കുറിച്ച് പറഞ്ഞു. ഈ പഠനകേന്ദ്രം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും ബുദ്ധിമുട്ടിയ ഒരു വിഷയമായിരുന്നു പാക്കേജ്, ടീച്ചേഴ്സ് പാക്കേജ് ഏർപ്പെടുത്തുക. അതിന് ക്രിയാത്മകമായ നിർദ്ദേശം നൽകിക്കൊണ്ട് അത് യാഥാർത്ഥ്യമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് നമ്മുടെ പഠന കേന്ദ്രമാണ്. പ്രഥമാധ്യാപകർക്ക് പ്രത്യേകമായ ഒരു ശമ്പള സ്കെയിലോ ആർജിതാവധി ആനുകൂല്യമോ സഹാധ്യാപകർക്ക് ഇൻക്രിമെന്റോ ലഭിക്കുന്നില്ല. നിരവധി പ്രശ്നങ്ങളിലൂടെയാണ് പ്രധാന അധ്യാപകർ കടന്നുപോകുന്നത്. ചില ഉദ്യോഗസ്ഥരുടെ കുൽസിത നടപടി മൂലം അധ്യാപകരുടെ ആവശ്യങ്ങൾ തിരിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നും കൃഷ്ണപ്രസാദ് പറഞ്ഞു. എയ്ഡഡ് മേഖലയിലെ പ്രധാന അധ്യാപകരുടെ ഏക സംഘടനയായ KPPHയുടെ 55ാം സംസ്ഥാന സമ്മേളനം 7, 8, 9 തീയതികളിൽ പ്രസന്നലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ മന്ത്രിമാരായ കടന്നപ്പള്ളി രാമചന്ദ്രൻ, MP രാജേഷ്, പാലക്കാട് MP VK ശ്രീകണ്ഠൻ, MLAമാരായ രാഹുൽ മാങ്കൂട്ടത്തിൽ, KD പ്രസേനൻ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ KG അനിൽകുമാർ, KG പവിത്രൻ, C നന്ദിനി, ബിജി മാത്യു, റെജിമോൻ എന്നിവരും പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.